Hi my dear friends, hope you're all doing well. ഇന്ന് നമുക്ക് PearlS Buck എഴുതിയ ക്രിസ്മസ് ഡേ ഇൻ ദ മോർണിംഗ് എന്ന സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മുടെ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് റോബർട്ടാണ്. റോബർട്ടിൻ്റെ അച്ഛൻ്റെ പേര് ആദം, അമ്മയുടെ പേര് മേരി. അപ്പോൾ നമുക്കിനി സ്റ്റോറിട്ട് തുടങ്ങാം. He woke suddenly and completely. It was 4 o'clock, the hour at which his father had always called him to get up and help with the milking. അപ്പം അവൻ പെട്ടെന്ന് ഉണർന്നു. 4 മണിയായിരുന്നു സമയം. അപ്പം അച്ഛൻ എപ്പോഴും എഴുന്നേറ്റ് പാല് കറക്കാൻ സഹായിക്കാനായിട്ട് റോബർട്ടിനെ വിളിക്കാറുണ്ടായിരുന്ന സമയം. സ്ട്രേഞ്ച് ഹൗ ദ ഹാബിറ്റ് ഓഫ് ഹിസ് യൂത്ത് ക്ലങ് ടു ഹിം സ്റ്റിൽ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പറയുവാണ്, ചെറുപ്പത്തിൽ ആ ശീലങ്ങൾ ഇപ്പോഴും അവൻ പിന്തുടരുന്നു. കാരണം 4 മണിക്ക് എഴുന്നേൽക്കുന്ന അതേ ഹാബിറ്റ് അവൻ ഇപ്പോഴും ഉണ്ട്. 50 years ago and his father had been dead for 30 years and yet he waked at 4 o'clock in the morning. അപ്പോൾ 50 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് 30 വർഷമായി, എന്നിട്ടും അവൻ പുലർച്ചെ 4 മണിക്ക് ഉണരുന്നു. He had trained himself to turn over and go to sleep. പക്ഷേ ഇപ്പം അവനെ തന്നെ പരിശീലിപ്പിച്ചു, റോബർട്ടിനെ തന്നെ പരിശീലിപ്പിച്ചു. അത് ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ, നമ്മുടെ ബെഡിൽ പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കിടക്കത്തില്ലേ, അതായത് ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലോട്ട് മാറി കിടക്കത്തില്ലേ, അതിനെയാണ് പറയുന്നത് ടേൺ ഓവർ ആൻഡ് ഗോ ടു സ്ലീപ്പ്. അപ്പോൾ 4 മണിക്ക് എഴുന്നേക്കും. അപ്പോൾ 4 മണിക്ക് എഴുന്നേക്കണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ചരിഞ്ഞിങ്ങനെ ഒന്നോടെ ഉറങ്ങണം എന്നർത്ഥത്തിൽ കിടക്കത്തില്ല. അതാണ് ടേൺ ഓവർ ആൻഡ് ഗോ ടു സ്ലീപ്പ്. ഗോ ടു സ്ലീപ്പ് മീൻസ് fall asleep. But this morning, because it was Christmas, he did not try to sleep. പക്ഷേ ഇന്ന് രാവിലെ ക്രിസ്മസ് ആയതിനാൽ റോബർട്ട് ഉറങ്ങാൻ ശ്രമിച്ചില്ല. What was the magic of Christmas now? അപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ക്രിസ്മസിന് മാന്ത്രികത മീൻസ് വാട്ട് ഇസ് എ സ്പെഷ്യൽ അബൌട്ട് മാന്ത്രികത എന്താണ്? ഹിസ് ചൈൽഡ്ഹുഡ് ആൻഡ് യൂത്ത് വെർ ലോങ് പാസ്റ്റ്. അപ്പം ബാല്യകാലവും യൗവനവും ഒക്കെ പോയി. ആൻഡ് ഹിസ് ഓൺ ചിൽഡ്രൻ ഹാഡ് ഗ്രോൺ അപ്പ് ആൻഡ് ഗോൺ. അപ്പം റോബർട്ടിൻ്റെ കുട്ടികൾ വളർന്നു, വലുതായി, അവരെല്ലാം സെറ്റിലായി. സം ഓഫ് ദം ലിവ്ഡ് ഓൺലി എ ഫ്യൂ മൈൽസ് എവേ ബട്ട് ദേ ഹാഡ് ദെയർ ഓൺ ഫാമിലീസ്. അപ്പം അവരിൽ ചില കുട്ടികൾ, റോബർട്ടിൻ്റെ ചില കുട്ടികളൊക്കെ ഏതാനും മൈലുകൾ മാത്രം അകലെയാണ് താമസിച്ചിരുന്നത്. But they had their own families. എന്ന് വെച്ചാൽ they are married and they are settled in some places. And though they would come in as usual towards the end of the day, they had explained with infinite gentleness that they wanted their children to build their Christmas memories about their houses, not his. അപ്പം പതിവ് പോലെ ദിവസാവസാനം മക്കളെല്ലാം വരുമെങ്കിലും അവരുടെ കുട്ടികൾ അവരുടേതായിട്ടുള്ള വീടുകളിൽ ക്രിസ്മസ് ആഘോഷിക്കണം, ക്രിസ്മസ് മെമ്മറീസ് വേണം എന്നുള്ളത് ഒരു ഇൻഫിനിറ്റ് ജെന്റിൽനെസ്സോടെ, അത് ഒരു അനന്തമായ സൗമ്യതയോടെ, അതായത് വഴക്കിട്ടിട്ടല്ല, ഒരു സൗമ്യതയോടെ അച്ഛനോട് പറഞ്ഞ് പിള്ളേർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹി വാസ് ലെഫ്റ്റ് എലോൺ വിത്ത് ഹിസ് വൈഫ്. അതുകൊണ്ട് തന്നെ റോബർട്ടിൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ. യെസ്റ്റർഡേ ഷീ ഹാഡ് സെഡ് ഇറ്റ് ഈസ് വർത്ത് വൈൽ പെർഹാപ്സ്. അപ്പോൾ തലേന്ന് ദിവസം റോബർട്ടിൻ്റെ വൈഫ് റോബർട്ടിനോട് പറയുവാണ്, അതത്ര നല്ലതായിരിക്കില്ല, എന്തുവാ എന്നുള്ളത് അടുത്ത് നമുക്ക് കാണാം. ആൻഡ് ഹി ഹാഡ് സെഡ്, ഓ യെസ് ആലീസ്. അപ്പോൾ റോബർട്ടിൻ്റെ വൈഫിൻ്റെ പേരാണ് ആലീസ്. ഈവൻ ഇഫ് ദർ ആർ ഓൺലി 2 of us, ലെറ്റ്സ് ഹാവ് എ ക്രിസ്മസ് ഓഫ് അവർ ഓൺ. അപ്പോൾ അതെ ആലീസ്, നമ്മൾ 2 പേരും മാത്രമേ ഉള്ളുവെങ്കിലും നമുക്ക് സ്വന്തമായ ഒരു ക്രിസ്മസ് ആഘോഷിക്കാം എന്ന് റോബർട്ട് ആലീസിനോട് പറയുവാണ്. Then she had said, let's not trim the tree until tomorrow, Robert, just so it's ready when the children come. I am tired. അപ്പം ആലീസ് പറയുവാണ്, ഡോണ്ട് ട്രിം ദ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ ഇപ്പം നമുക്ക് അലങ്കരിക്കേണ്ട, ഇപ്പോൾ ഉടനെ അലങ്കരിക്കേണ്ട, പക്ഷെ പിള്ളേർ വരുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിരിക്കണം, എനിക്ക് ക്ഷീണമുണ്ട് എന്ന് ആലീസ് റോബർട്ടിനോട് പറയുവാണ്. He had agreed and the tree was still out in the back entry. അപ്പം റോബർട്ട് സമ്മതിച്ചു. അതുപോലെ ആ ക്രിസ്മസ് ട്രീ പിൻവശത്തെ പ്രവേശന കവാടത്തിൽ അവിടെയുണ്ട്. He lay in his big bed in his room. അപ്പം റോബർട്ട് തൻ്റെ മുറിയിലെ വലിയ കട്ടിലിൽ കിടന്നു. The door to her room was shut because she was a light sleeper. അപ്പം ആലീസ് ഉറങ്ങുന്നതിനാൽ അത് ആലീസിൻ്റെ മുറിയുടെ വാതിൽ അടച്ചിരുന്നു. ആലീസ് ഒരു ലൈറ്റ് സ്ലീപ്പറാണ്. ലൈറ്റ് സ്ലീപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സൗണ്ട് കേട്ടാലും ചിലർ പെട്ടെന്ന് നല്ല ഉറങ്ങുവാണെങ്കിൽ ചെറിയൊരു സൗണ്ട് കേട്ടാൽ ചിലർ പെട്ടെന്ന് എഴുന്നേക്കും. അവരെയാണ് ഈ ലൈറ്റ് സ്ലീപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആലീസിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ലൈറ്റ് സ്ലീപ്പറായിരുന്നു ഒരു ക്യാരക്ടർ. ആൻഡ് സംടൈംസ് ഹീ ഹാഡ് റെസ്റ്റ്ലെസ് നൈറ്റ്സ്. അപ്പോൾ റോബർട്ട് എങ്ങനത്തെ ക്യാരക്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ്ലെസ് നൈറ്റ്, അത് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും. ചിലർ ഒറ്റ സ്ട്രെച്ചിന് ഉറങ്ങും, ചിലർ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും രാത്രി. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കുന്ന ക്യാരക്ടറിനെയാണ് ഈ റെസ്റ്റ്ലെസ് നൈറ്റ് ഉള്ള ക്യാരക്ടറാണ് നമ്മുടെ റോബർട്ട്.
ഇയേഴ്സ് എഗോ ദേ ഹാഡ് ഡിസൈഡ് ടു യൂസ് സെപ്പറേറ്റ് റൂംസ്. അപ്പോൾ കുറേ വർഷം മുമ്പ് തന്നെ അവർ തീരുമാനിച്ചു സെപ്പറേറ്റ് റൂംസ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇറ്റ് മീൻ നത്തിങ് ദേ സെഡ്, വേറൊന്നും കൊണ്ടല്ല, എക്സെപ്റ്റ് ദാറ്റ് നെയ്തർ ഓഫ് ദം സ്ലീപ്പ് ആസ് വെൽ ആസ് ദേ വൺ സെഡ്. അപ്പോൾ അവർ ചെറുപ്പത്തിൽ ഉറങ്ങിയ പോലെ ആർക്കും നല്ലൊരു ഉറക്കം കിട്ടുന്നില്ല. കാരണം നമ്മുടെ ആലിസ് ചെറിയ ഒരു ഒച്ച കേട്ടാൽ പോലും എഴുന്നേക്കും. റോബർട്ട് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കുന്ന സ്വഭാവമാണ്. ദേ ഹാഡ് ബീൻ മാരീഡ് സോ ലോങ് ദാറ്റ് നത്തിങ് കുഡ് സെപ്പറേറ്റ് ദം ആക്ച്വലി. അപ്പോൾ വാസ്തവത്തിൽ അവർ വിവാഹിതരായിട്ട് വളരെ നാളുകളായി യാതൊന്നിനെയും അവരെ വേർപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. വൈ ഡിഡ് ഹി ഫീൽ സോ എവേക്ക് ടു നൈറ്റ്? ഇന്ന് രാത്രി ഇത്ര ഉണർന്നിരിക്കാൻ കാരണം എന്താണ്? ഫോർ ഇറ്റ് വാസ് സ്റ്റിൽ നൈറ്റ്, എ ക്ലിയർ ആൻഡ് സ്റ്റാറി നൈറ്റ്. രാത്രിയാണ്, തെളിഞ്ഞതും നക്ഷത്രനിബിഡമായ ഒരു രാത്രി. നോ മൂൺ, മൂണില്ല ഓഫ് കോഴ്സ്, ബട്ട് ദ സ്റ്റാർസ് വർ എക്സ്ട്രാordinary. പക്ഷെ മൂണില്ലെങ്കിലും സ്റ്റാർസ് ഒക്കെ നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. നൗ ദാറ്റ് ഹി തോട്ട് ഓഫ് ഇറ്റ്, ദ സ്റ്റാർ സീംഡ് ഓൾവേസ് ലാർജ് ആൻഡ് ക്ലിയർ ബിഫോർ ദ ഡോൺ ഓഫ് ദ ക്രിസ്മസ് ഡേ. അപ്പം ക്രിസ്മസ് ദിനം പുലരുന്നതിന് മുമ്പായിട്ട് സ്റ്റാർസൊക്കെ നല്ല ലാർജായിട്ട് നല്ല ക്ലിയർ ആയിട്ടും കാണപ്പെടും എന്ന് നമ്മുടെ റോബർട്ട് ചിന്തിക്കുവാണ്. There was one star now that was certainly larger and bright than any of the others. He could even imagine it moving as it had seemed to him to move one night long ago. അപ്പോൾ ക്രിസ്മസ് ദിനം ഉദിക്കുന്നതിന് മുമ്പ് നക്ഷത്രങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു വലുതും അതുപോലെ വ്യക്തമായിട്ട് തോന്നാറുണ്ടെന്നും അതിൽ മറ്റേതിനേക്കാളും വലുതും തിളക്കവുമായ ഒരു നക്ഷത്രം അവിടെ ഉണ്ടായിരുന്നെന്ന് റോബർട്ടിന് തോന്നി. അതുപോലെ അത് മൂവ് ആവുന്നതായിട്ട്, അത് ചലിക്കുന്നതായിട്ടും റോബർട്ടിന് തോന്നി. He slipped back in time as he did so easily nowadays. അപ്പോൾ he slipped back in time എന്ന് വെച്ചാൽ ഓൾഡ് മെമ്മറീസിനെ കുറിച്ച് ഓർക്കുകയാണ്. ആസ് ഹി ഡിഡ് സോ ഈസിലി nowadays, അതായത് റോബർട്ട് ഇപ്പോൾ പ്രായമായി, അപ്പോൾ പഴയകാല മെമ്മറീസിനെ കുറിച്ചൊക്കെ ഓർക്കുന്നത് പതിവായിരുന്നു. ഹി വാസ് 15 years old and still on his father's farm. അപ്പം 15 നമ്മുടെ സ്റ്റോറി, മെയിൻ സ്റ്റോറി ഇങ്ങനെ തുടങ്ങുവാണ്. 15 വയസ്സാണ് റോബർട്ടിന്, അച്ഛൻ്റെ ഫാമിലാണ് റോബർട്ട്. ഹി ലവ്ഡ് ഹിസ് ഫാദർ. ഹി ഹാഡ് നോട്ട് നോൺ ഇറ്റ് അൺടിൽ വൺ ഡേ എ ഫ്യൂ ഡേയ്സ് ബിഫോർ ക്രിസ്മസ് വെൻ ഹി ഹാഡ് overheard what his father was saying to his mother. അപ്പോൾ അവൻ അച്ഛനെ സ്നേഹിച്ചു, പക്ഷെ അവന് അത് അറിയില്ലായിരുന്നു. ഓവർഹേർഡ് എന്ന് വെച്ചാൽ യാദൃച്ഛികമായി ആരെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കുന്നതോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് നമ്മൾ മറിഞ്ഞിരുന്ന് കേൾക്കുന്നതിനാണ് ഓവർഹേർഡ് എന്ന് പറയുന്നത്. അപ്പം ക്രിസ്മസിന് തലേ ദിവസം കുറച്ച് ഫ്യൂ ഡേയ്സ് ബിഫോർ വരെ അച്ഛൻ അമ്മയോട് പറയുന്ന ചില കാര്യങ്ങൾ ഇവൻ കേൾക്കുകയാണ്. Mary, I hate to call Rob in the mornings. He's growing so fast and he needs his sleep. അപ്പം അച്ഛൻ പറയുവാണ്, റോബർട്ടിൻ്റെ അച്ഛൻ അമ്മയോട് പറയുവാണ്, എനിക്ക് റോബർട്ടിനെ രാവിലെ ചെന്ന് വിളിച്ച് ശല്യപ്പെടുന്ന ഇഷ്ടമില്ല, അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അവന് നല്ല ഉറക്കം ആവശ്യമാണ്. ഇഫ് യു കുഡ് സീ ഹൗ ഹി സ്ലീപ്സ് വെൻ ഐ ഗോ ഇൻ ടു വേക്ക് ഹിം അപ്പ്, ഐ വിഷ് ഐ കുഡ് മാനേജ് അലോൺ. അപ്പം അച്ഛൻ പറയുവാണ്, റോബർട്ടിൻ്റെ അച്ഛൻ പറയുന്നത്, ഞാൻ അവനെ ഉണർത്താൻ പോകുമ്പോൾ അവൻ എങ്ങനെയാണ് ഉറങ്ങുന്നതെന്ന് നീ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഫാമിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് ആദം മേരിയോട് പറയുവാണ്. വെൽ യു കാണ്ട് ആദം, ഹിസ് മദേഴ്സ് വോയിസ് വാസ് ബ്രിസ്ക്. അപ്പോൾ അമ്മ കുറച്ച് ബ്രിസ്കി വോയിസിൽ പറഞ്ഞു, നോ യു കാണ്ട്, ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഒക്കത്തില്ല. ബിസൈഡ്സ് ഹീ ഈസ് ഇൻ എ ചൈൽഡ് എനിമോർ, അവൻ കുട്ടിയല്ല. ഇറ്റ്സ് ടൈം ഹീ ടുക്ക് ഹിസ് ടേൺ, അവന് സമയമായി, അവൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജോലികളൊക്കെ ഏറ്റെടുക്കാനുള്ള ടൈമായി. യെസ്, ഹിസ് ഫാദർ സെഡ് സ്ലോലി, ബട്ട് ഐ ഷുവർ ഡു ഹേറ്റ് ടു വേക്ക് ഹിം അപ്പ്. അപ്പോൾ എനിക്ക് എന്നാലും അവൻ്റെ ടൈമായി, അവന് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ട ടൈമായി, എന്നാലും അവനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നു. വെൻ ഹി ഹേർഡ് ദീസ് വേർഡ്സ് സംതിങ് ഇൻ ഹിം വർക്ക്. അപ്പോൾ അവൻ ഈ കാര്യങ്ങളൊക്കെ ഓവർ ഹിയർ ചെയ്തപ്പോൾ, അച്ഛൻ അമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ, യാദൃച്ഛികമായി കേട്ടപ്പോൾ അവൻ എന്തോ ഒരു ഫീലിംഗ് വന്നു. ഹിസ് ഫാദർ ലവ്ഡ് ഹിം. അപ്പോൾ അവൻ പറയണം, അച്ഛൻ എന്നെ സ്നേഹിക്കുന്നു. ഹി ഹാഡ് നെവർ തോട്ട് ഓഫ് ഇറ്റ് ബിഫോർ. അപ്പോൾ അവൻ അതിന് മുമ്പ് ഇതുവരെയും വിചാരിച്ചിട്ടില്ലായിരുന്നു. ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് ദ ടൈ ഓഫ് ദ ബ്ലഡ്. ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് ദ ടൈ ഓഫ് ദ ബ്ലഡ് എന്ന് വെച്ചാൽ അവരുടെ രക്തബന്ധത്തെ അവൻ നിസ്സാരമായി കണ്ടു. നെയ്തർ ഹിസ് ഫാദർ നോർ ഹിസ് മദർ ടോക്ക്ഡ് അബൌട്ട് ലവിങ് ദ ചിൽഡ്രൻ. അപ്പോൾ അച്ഛനോ അമ്മയോ പിള്ളേരെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ഇതുവരെയും സംസാരിച്ചിട്ടില്ല. ദേ ഹാഡ് നോ ടൈം ഫോർ സച്ച് തിങ്സ്. ദർ വാസ് ഓൾവേസ് സോ മച്ച് ടു ഓൺ എ ഫാം. അവർക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനുള്ള നേരമില്ല. ആക്ച്വലി അവർ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് സംസാരിക്കാനുള്ള നേരമില്ല. അവരെപ്പോഴും ഫാമിലായിരുന്നു. നൗ ദാറ്റ് ഹി ന്യൂ ഹിസ് ഫാദർ ലവ്ഡ് ഹിം. ഇപ്പോൾ അവനറിയാം അവൻ്റെ അച്ഛൻ അവനെ സ്നേഹിക്കുന്നു. ദർ വുഡ് ബി നോ മോർ ലോയിറ്ററിങ് ഇൻ ദ മോർണിംഗ്സ് ആൻഡ് ഹാവിങ് ടു ബി കോൾഡ് എഗെയിൻ. അപ്പോൾ അവൻ പറയുവാണ്, ഇനി അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല. അതുപോലെ എന്ന് വെച്ചാൽ പഞ്ചുവലായിരിക്കും അവൻ ഇനി മുതൽ. അതുപോലെ ഹാവിങ് ടു ബി
കോൾഡ് അഗൈൻ. എന്ന് വെച്ചാൽ ഇനി അവനെ വിളിക്കേണ്ടി വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണി ടൈം ഒരു കൊച്ചിനെ പോയി നമ്മൾ വിളിക്കുമ്പോൾ അത് പെട്ടെന്ന് എഴുന്നേറ്റ് വരത്തില്ല ഉറക്കത്തിൽ നിന്ന്. നമ്മൾ പിന്നെയും വിളിക്കണം, എന്നാലേ എഴുന്നേക്കത്തില്ല. അപ്പോൾ അവൻ ഇപ്പോൾ പറയുവാണ് ഇനി എന്നെ വിളിക്കേണ്ടി വരില്ല. എന്ന് വെച്ചാൽ ഞാൻ നല്ല പഞ്ചുലായിരിക്കും. ഹി ഗോട്ട് അപ്പ് ആഫ്റ്റർ ദാറ്റ്. ഇതെല്ലാം കേട്ടതിൽ പിന്നെയുള്ള ദിവസങ്ങളിൽ അവൻ എഴുന്നേൽക്കുന്നുണ്ട്. സ്റ്റംബ്ലിംഗ് ബ്ലൈൻഡ് വിത്ത് സ്ലീപ്പ്. സ്റ്റംബ്ലിംഗ് ബ്ലൈൻഡ് എന്ന് വെച്ചാൽ ആ സ്ലീപ്പിലോട്ട് അവൻ സ്ലിപ്പ് ചെയ്ത്, ആ ഉറക്കത്തിൽ സ്ലിപ്പ് ചെയ്ത് അവനിങ്ങനെ വീണ് പോയിക്കൊണ്ടിരിക്കുക. എന്നാലും ആൻഡ് പുൾഡ് ഓൺ ഹിസ് ക്ലോസ്. അവൻ്റെ ഡ്രസ്സൊക്കെ അവൻ ധരിച്ചു, പുട്ട് ഓൺ ഹിസ് ക്ലോസ്, ഡ്രസ്സെല്ലാം ധരിച്ച്. ആൻഡ് ഹിസ് ഐസ് ടൈറ്റ് ഷട്ട് ബട്ട് ഹി ഗോട്ട് അപ്പ്. അവൻ്റെ ഐസൊക്കെ നല്ല ടൈറ്റായിട്ട് ഷട്ട് ചെയ്തിരിക്കണം, കാരണം അവന് ഉറക്കം വന്നിട്ട് വയ്യ. എന്നാലും അവൻ എഴുന്നേറ്റു. And then on the night before Christmas that year when he was 15, he lay for a few minutes thinking about the next day. അപ്പം ക്രിസ്മസിന് തലേ ദിവസം രാത്രി 15 വയസ്സുള്ള സമയത്ത് അവനൊരു ഫ്യൂ മിനിറ്റ്സ് അടുത്ത ദിവസത്തിനെക്കുറിച്ച് ആലോചിച്ചത്, ക്രിസ്മസ് ഡേയെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ കിടക്കുവാണ്. ദേ വെർ പുവർ, അവർ ദരിദ്രരായിരുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദ എക്സൈറ്റ്മെൻറ്റ്, അത് സിമ്പിൾ പ്ലഷേഴ്സ്, അവർക്ക് നാളത്തേക്കുള്ള എന്താ അവരുടെ പ്ലഷേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ് ഇൻ ദ ടർക്കി ദേ ഹാഡ് റേസ്ഡ് ദംസെൽസ് ആൻഡ് ദ മിൻസ് സ്പൈസ് ഹിസ് മദർ മെയ്ഡ്. അപ്പോൾ അവരെ ടർക്കിക്കോഴിയെ വേവിച്ച് കഴിക്കുന്നതും, ദാറ്റ് ദേ ഹാഡ് റേസ്ഡ് ദംസെൽസ്, അവരുടെ വീട്ടിലുള്ള ടർക്കിക്കോഴിയെ വേവിച്ച് കഴിക്കുന്നതും. ആൻഡ് ഇൻ ദ മിൻസ് സ്പൈസ് എന്ന് വെച്ചാൽ ഒരു മിക്സ്ചർ ഓഫ് ഫ്രൂട്ടും സ്പൈസസും ഒക്കെ വെച്ചുണ്ടാക്കിയ ഒരു സ്വീറ്റ് പൈ ആണ്. അത് അമ്മ ഉണ്ടാക്കും ക്രിസ്മസ് ഡേക്ക്. അത് രണ്ടും കഴിക്കുന്നതാണ് അവൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അവൻ്റെ ആ സിമ്പിൾ പ്ലഷർ. ഹിസ് സിസ്റ്റേഴ്സ് സ്യൂഡ് പ്രസൻസ്. അപ്പം തയ്യൽ മെഷീൻ ഉപയോഗിച്ച് തുണികളൊക്കെ തുന്നിച്ചേർത്ത് നമ്മുടെ റോബർട്ടിൻ്റെ സിസ്റ്റേഴ്സ് റോബർട്ടിൻ്റെ ഡെക്കറേറ്റീവ് ഐറ്റംസോ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ക്ലോത്തിങ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഹിസ് മദർ ആൻഡ് ഫാദർ ഓൾവേസ് ബോട്ട് സംതിങ് ഹി നീഡഡ്. അപ്പോൾ അച്ഛനും അമ്മയും അവന് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരും. നോട്ട് ഓൺലി എ വാം ജാക്കറ്റ്, ഒരു വാം ജാക്കറ്റ് മാത്രമായിരിക്കില്ല, മേ ബി, ബട്ട് സംതിങ് മോർ സച്ച് ആസ് ബുക്ക്. മേ ബി അതിനേക്കാളും വലുതായിട്ടൊരു ബുക്കായിരിക്കും അവന് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഹി സേവ്ഡ് ആൻഡ് ബോട്ട് ദം ഈച്ച് സംതിങ്. അതുപോലെ തന്നെ അവനും കുറച്ച് കാശൊക്കെ സേവ് ചെയ്ത് അവർക്ക് വേണ്ടിയും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. He wished that Christmas he was 15 he had a better present for his father. അപ്പം നല്ലൊരു സമ്മാനം അച്ഛന് കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ആസ് യൂഷ്വലി he had gone to the 10-cent store and bought a tie. അപ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴും അവൻ ചെയ്യുന്ന പോലെ തന്നെ അവൻ ആ 10-cent store എന്ന് പറഞ്ഞാൽ ഒരു ഇൻഎക്സ്പെൻസീവ് ഐറ്റമൊക്കെ സെല്ല് ചെയ്യുന്ന ഒരു സ്റ്റോറാണ്. അവിടെ പോയി അവൻ അച്ഛന് വേണ്ടി ഒരു ടൈ വാങ്ങിച്ചു. It had seemed nice enough until he lay thinking the night before Christmas. അപ്പോൾ ആ ക്രിസ്മസിൻ്റെ രാത്രി, തലേ ദിവസം രാത്രി വരെ അവൻ ആ ടൈ ഓക്കെ ഗുഡ് എന്ന് അവൻ വിചാരിച്ചു. പക്ഷേ അവന് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. then he wished that he had heard his father and mother talking in time for him to save for something better. അപ്പോൾ മാതാപിതാക്കളുടെ സംഭാഷണങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവായിരുന്നെങ്കിൽ അവൻ പറയുവാണ് കുറച്ച് പണമൊക്കെ സ്വരൂപിച്ച് ഇതിലും നല്ല സമ്മാനം വാങ്ങിക്കൊടുക്കായിരുന്നു അച്ഛന്. He lay on his side, his head supported by his elbow and looked out of his attic window. അപ്പോൾ അവനൊരു വശം ചരിഞ്ഞു കിടന്നു, അതായത് തല കൈമുട്ടിന് താങ്ങായി കൊടുത്തു, തട്ടിൻപുറത്തെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി കിടക്കുവാണ് അവൻ. The stars were bright, നല്ല ബ്രൈറ്റാണ് സ്റ്റാർസ്, much brighter than he ever remembered seeing them. അപ്പോൾ അന്നത്തെ രാത്രി നല്ല ബ്രൈറ്റായിട്ട് അവന് തോന്നി സ്റ്റാറൊക്കെ. And one star in particular was so bright that he wondered if it was really the star of Bethlehem. അവൻ നോക്കിയപ്പോൾ ഒരു സ്റ്റാർ നല്ല ബ്രൈറ്റായിട്ട്, കൂട്ടത്തിൽ നല്ല ബ്രൈറ്റായിട്ട് തോന്നി. അപ്പോൾ അവൻ പറയണം മേ ബി ആ സ്റ്റാർ സ്റ്റാർ ഓഫ് ബെത്ലഹേം ആയിരിക്കുമെന്ന്. നമുക്ക് സ്റ്റാർ ഓഫ് ബെത്ലഹേം അറിയാം, ബേബി ജീസസിന് എവിടെയാണെന്നുള്ളത് വഴികാട്ടിയ സ്റ്റാറാണ് ആ സ്റ്റാർ ഓഫ് ബെത്ലഹേം. അപ്പോൾ ആ സ്റ്റാർ ഓഫ് ബെത്ലഹേമിനെ നോക്കിയാണ് വഴികാട്ടിലൂടെയാണ് വൈസ്മെൻ ബേബി ജീസസിൻ്റെ അടുത്തോട്ട് എത്തുന്നത്. അപ്പോൾ റോബർട്ട് ഇവിടെ വിചാരിക്കണം ആ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന സ്റ്റാർ ഓഫ് ബെത്ലഹേം ആയിരിക്കുമോ എന്ന് അവൻ ചിന്തിക്കുവാണ്. Dad, he had once asked when he was a little boy, what is a stable? അപ്പോൾ അവൻ കുട്ടിയായിരുന്നപ്പോൾ അവൻ അച്ഛനോട് ചോദിച്ചു സ്റ്റേബിൾ എന്ന് വെച്ചാൽ എന്താ. അപ്പോൾ ആക്ച്വലി സ്റ്റേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരകളെയൊക്കെ കെട്ടി കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങിനെയാണ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ് ഇറ്റ്സ് ജസ്റ്റ് എ ബാൺ. ഹിസ് ഫാദർ ഹാഡ് റിപ്ലൈഡ് ലൈക്ക് അവേഴ്സ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ബാണാണ്, നമ്മുടേത് പോലെ. ജീസസ് ഹാഡ് ബീൻ ബോൺ ഇൻ ബാൺ ആൻഡ് ടു ബാൺ ദാറ്റ് ഷെപ്പേർഡ്സ് ആൻഡ് ദ വൈസ്മെൻ ഹാഡ് കം ബ്രിങ്ങിങ് ദെയർ ക്രിസ്മസ് ഗിഫ്റ്റ്സ്. തോട്ട് സ്ട്രക്ക് ഹിം ലൈക്ക് എ സിൽവർ ഡാഗർ. തോട്ട് സ്ട്രക്ക് ഹിം ലൈക്ക് എ സിൽവർ ഡാഗർ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ഐഡിയ, ഒരു ആശയം അവന് കിട്ടി. സിൽവർ ഡാഗർ എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് നൈഫ്. ആക്ച്വലി പെട്ടെന്നുള്ളൊരു ചിന്തയുടെ തീവ്രതയെ ഊന്നി കാണിക്കാനാണ് ആ സിൽവർ ഡാഗർ എന്നുള്ള ഇമേജറി കൊടുത്തിരിക്കുന്നത്.
വൈ ഷുഡ് ഹി നോട്ട് ഗിവ് ഹിസ് ഫാദർ എ സ്പെഷ്യൽ ഗിഫ്റ്റ്? അപ്പോൾ എന്തുകൊണ്ട് അവൻ്റെ അച്ഛനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തുള്ള ഈ ക്രിസ്മസിന് അവൻ ചിന്തിക്കുവാണ്. ഔട്ട് ദെയർ ഇൻ ദ ബാൺ, അത് ആ ബാണിൽ വെച്ച് തന്നെ, അവരുടെ ബാണിൽ വെച്ച് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. അതെങ്ങനെയാണെന്നുള്ളത് ഇനി വിവരിക്കും, കണ്ടോളൂ. ഹി കുഡ് ഗെറ്റ് അപ്പ് ഏർലി, രാവിലെ നേരത്തെ എഴുന്നേറ്റ്, ഏർലിയർ ദാൻ 4 o'clock, 4 മണിക്ക് മുമ്പേ എഴുന്നേക്കണം. ആൻഡ് ഹി കുഡ് ക്രീപ്പ് ഇൻ ടു ദ ബാൺ, ക്രീപ്പ് എന്ന് വെച്ചാൽ മൂവ് സ്ലോലി, ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ബാണിൻ്റെ അകത്തോട്ട് കയറണം. ആൻഡ് ഗെറ്റ് ഔട്ട് ദ മിൽക്കിംഗ് ഡൺ, ഓൾ ദ മിൽക്കിംഗ് ഡൺ, അപ്പോൾ സ്വന്തമായിട്ട് തന്നെ എല്ലാ പശുവിനെയും പാൽ കറക്കണം. He would do it alone, milk and clean up, and then when his father went in to start the milking, he would see it all done and he would know who had done it. അപ്പോൾ അവനിങ്ങനെ ചിന്തിക്കുവാണ്, സ്വന്തമായിട്ട് തന്നെ പാലെല്ലാം കറക്കണം, അവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞ് അച്ഛൻ എഴുന്നേറ്റ് നമ്മുടെ പാൽ കറക്കാൻ വേണ്ടി ബാണിലോട്ട് പോകുമ്പോഴത്തേക്ക് അച്ഛൻ നോക്കുമ്പോൾ എല്ലാ ജോലിയും കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചിന്തിക്കും, ആരായിരിക്കും ഇത് ചെയ്തത്? ഹി ലാവ്ഡ് ടു ഹിംസെൽഫ് ആസ് ഹി ഗേസ്ഡ് ദ സ്റ്റാർസ്. അപ്പോൾ അവനിതിങ്ങനെ കിടന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റാറിനെ നോക്കി. അപ്പോൾ അവനിങ്ങനെ ചിരിക്കുന്നു, കാരണം ആ സംഭവങ്ങളൊക്കെ അവനിങ്ങനെ മനസ്സിൽ കണ്ടിങ്ങനെ ചിരിക്കുവാണ്, സന്തോഷിക്കുവാണ്. ഇറ്റ് വാസ് വാട്ട് ഹി വുഡ് ഡു. അപ്പോൾ അവൻ വിചാരിച്ചു, ഇതാണ് അവൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഹി മസ്റ്റ്ന്റ് സ്ലീപ്പ് ടു സൗണ്ട്, അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണം? ടു സൗണ്ട് എന്ന് വെച്ചാൽ സ്ലീപ്പ് ഡീപ്ലി, ഭയങ്കര ആഴമായിട്ടുള്ള നിദ്രയിലോട്ട് പോകാൻ പാടില്ല. ഹി മസ്റ്റ് വേക്ക് 20 times, ഒരു 20 തവണ അവൻ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കിക്കാണും. സ്ക്രാച്ചിങ് എ മാച്ച് ഈച്ച് ടൈം ടു ലുക്ക് അറ്റ് ഹിസ് ഓൾഡ് വാച്ച്. അപ്പോൾ ഓൾഡ് വാച്ചിൽ സമയം നോക്കാൻ വേണ്ടി ഈ തീപ്പെട്ടി കത്തിച്ച് അവനൊരു 20 ടൈമെങ്കിലും പ്രാവശ്യമെങ്കിലും എഴുന്നേറ്റ് കാണും. മിഡ് നൈറ്റിൽ, അതുപോലെ 1:30, അത് 1:30 പിന്നെ 2 മണിയായപ്പോൾ, അറ്റ് 2:45 ഹി ഗോട്ട് അപ്പ്, ഒരു 2:45 കറക്റ്റ് ആയപ്പോൾ അവൻ എഴുന്നേറ്റു. പുട്ട് ഓൺ ഹിസ് ക്ലോത്ത്സ്, അവൻ്റെ ഡ്രസ്സെല്ലാം ധരിച്ചു, ബാണിലോട്ട് പോകേണ്ട ഡ്രസ്സ് ധരിച്ചു. ഹി ക്രെപ്റ്റ് ഡൗൺ സ്റ്റെയർസ്, താഴോട്ട് സ്ലോലി താഴോട്ട് ഇറങ്ങി. കെയർഫുള്ളി അറ്റ് ദ ക്രീക്കി ബോർഡ്സ്, കെയർഫുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോയിൽ, ക്രീക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രീക്കിംഗ് സൗണ്ട്, ഒരു ഹൈ പിച്ച് സൗണ്ടൊക്കെ പറയത്തില്ലേ. ബോർഡ്സ് എന്ന് പറയുന്നത് മേ ബി അവരുടെ ഫ്ലോർ വുഡ് കൊണ്ടുണ്ടാക്കിയതായിരിക്കാം. അപ്പോൾ ആ വുഡിലുള്ള ഫ്ലോറിൽ നടന്നു കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും, ഒരു ക്രിക്കി സൗണ്ട്. അതാണ് പറയുന്നത്. ഹി ക്രെപ്റ്റ് ഡൗൺ സ്റ്റെയർസ്, സ്ലോലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലെറ്റ് ഹിംസെൽഫ് ഔട്ട്, അവൻ വെളിയിലോട്ട് ഇറങ്ങി. ദ ബിഗ് സ്റ്റാർ ഹാങ് ലോവർ ഓവർ ദ ബാൺ റൂഫ്, ആ റെഡിഷ് ഗോൾഡ്, ആ വലിയ നക്ഷത്രം ആ ബാണിൻ്റെ കറക്റ്റ് മേൽക്കൂരയ്ക്ക് മുകളിൽ അങ്ങനെ കാണപ്പെട്ടു. ദ കൗസ് ലുക്ക്ഡ് അറ്റ് ഹിം. അപ്പം ആക്ച്വലി അച്ഛൻ വരുന്ന ഏത് സമയം? 4 മണിക്കാണ്. ഇവൻ എത്ര മണിക്ക് പോയി? 2:30 പോയി നിൽപ്പുണ്ട്. ദ കൗസ് ലുക്ക്ഡ് അറ്റ് ഹിം. അപ്പം പശുക്കളൊക്കെ അവനെ നോക്കുവാണ്. സ്ലീപ്പി ആൻഡ് സർപ്രൈസ്, അപ്പോൾ പശുക്കളൊക്കെ ഉറങ്ങി തീർന്നില്ല, അവർക്ക് ഉറങ്ങുന്ന മോഡിലിരിക്കുവാണ്. സർപ്രൈസ് ആയിട്ട് നോക്കുവാണ് അവനെ. ഇറ്റ് വാസ് ഏർലി ഫോർ ദം ടു, പശുക്കൾക്കും ഈ സമയം പരിചിതമല്ല, അവർക്കും നേരത്തെയാണ് ആക്ച്വലി ഇത്. സോ ബോസ് ഹീസ് വിസ്പേർഡ്, അപ്പോൾ അവനെ തന്നെ പറഞ്ഞു, ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബാണിലെ ബോസ് ആരാ? അവനാണ്. ദേ അക്സെപ്റ്റഡ് ഹിം പ്ലേസിഡ്ലി ആൻഡ് ഹി ഫെച്ച്ഡ് സം ഹേ ഫോർ ഈച്ച് കൗ. അപ്പോൾ ദേ അക്സെപ്റ്റഡ് ഹിം പ്ലേസിഡ്ലി എന്ന് വെച്ചാൽ കാം, പീസ്ഫുള്ളായിട്ട്. അപ്പോൾ കൗ ഒക്കെ അവനെ അക്സെപ്റ്റ് ചെയ്തു. ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി അച്ഛനാണ് അകത്ത് കയറാറുള്ളത്, ഇന്ന് മകൻ കയറിയിരിക്കുവാണ്. ആൻഡ് ഹി ഫെച്ച്ഡ് സം ഹേ, കുറച്ച് കച്ചിയൊക്കെ കുറച്ച് പശുവിനൊക്കെ ഇട്ട്, ഓരോ പശുവിനൊക്കെ കുറച്ച് കച്ചി ഇട്ട് കൊടുത്തു. ആൻഡ് ദെൻ ഗോട്ട് ദ മിൽക്കിംഗ് പെയിൽ ആൻഡ് ദ ബിഗ് മിൽക്ക് ക്യാൻ. അത് കഴിഞ്ഞ് അവൻ പോയി മിൽക്കിംഗ് ബക്കറ്റ്, പെയിലിനാണ് ബക്കറ്റ് എന്ന് പറഞ്ഞത്, ബക്കറ്റ് എടുത്തിട്ട് വന്നു. അതുപോലെ മിൽക്ക് ക്യാൻ എടുത്തിട്ട് വന്നു. ഹി ഹാഡ് നെവർ മിൽക്ക്ഡ് ഓൾ എലോൺ ബിഫോർ, അവൻ ഒരുമിച്ച് ഇതെല്ലാം ഇതുവരെയും പശുവിനെ കറന്നിട്ടില്ല. ബട്ട് ഇറ്റ് സീംഡ് ഓൾമോസ്റ്റ് ഈസി. എന്നിട്ട് അവൻ പറയണം, ഓക്കെ, ഇത് ഈസി ആയിരിക്കാം. ഹി കെപ്റ്റ് തിങ്കിങ് അബൌട്ട് ഹിസ് ഫാദർ. അപ്പോൾ അവൻ്റെ ചിന്ത മുഴുവൻ അച്ഛൻ എങ്ങനെ സർപ്രൈസ് കൊടുക്കാം എന്നുള്ള ആ ഒരു ചിന്തയാണ്. ഹിസ് ഫാദർ വുഡ് കം ഇൻ ആൻഡ് കോൾ ഹിം. അപ്പോൾ അവനിങ്ങനെ ചിന്തിക്കുകയാണ്, ഹിസ് ഫാദർ വുഡ് കം ഇൻ ആൻഡ് കോൾ ഹിം സെയിങ് ദാറ്റ് ഹി വുഡ് ഗെറ്റ് തിങ്സ് സ്റ്റാർട്ടഡ് വൈൽ റോ വാസ് ഗെറ്റിംഗ് ഡ്രസ്ഡ്. അപ്പം അച്ഛൻ വരുന്നതായിട്ടും അവനെ വിളിക്കുന്നതായിട്ടും, അതുപോലെ അച്ഛൻ പറയുവാണ്, നീ താഴോട്ട് വാ, ഞാൻ അപ്പോഴത്തേക്ക് ആക്ടിവിറ്റീസൊക്കെ തുടങ്ങിയിരിക്കും. അതാണ് ഹി വുഡ് ഗെറ്റ് തിങ്സ് സ്റ്റാർട്ടഡ്, ഫാദർ ബിഗിൻസ് ദ ആക്ടിവിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. വൈൽ റോ വാസ് ഗെറ്റിംഗ് ഡ്രസ്, അപ്പോൾ റോബ് ഡ്രസ്സെല്ലാം ഇടുന്ന സമയത്ത് അച്ഛൻ ആക്ടിവിറ്റീസ് തുടങ്ങിയിരിക്കും. ഹി ഹാഡ് ഗോ ടു ദ ബാൺ, അപ്പോൾ അച്ഛൻ ബാണിലോട്ട് പോകും. ഓപ്പൺ ദ ഡോർ ആൻഡ് ദെൻ ഹി വുഡ് ഗോ ടു ഗെറ്റ് ദ 2 ബിഗ് എംപ്റ്റി മിൽക്ക് ക്യാൻ. അത് കഴിഞ്ഞ് അച്ഛൻ എന്ത് ചെയ്യും? ഡോറ് തുറന്ന് ആ എംപ്റ്റി മിൽക്ക് ക്യാൻ, എപ്പോഴും എന്താണോ ചെയ്യുന്നത് അതേപോലെ അത് എംപ്റ്റി മിൽക്ക് ക്യാൻ എടുക്കാൻ പോകും. ബട്ട് ദേ വുഡ് ബി വെയിറ്റിംഗ് ഓർ എംപ്റ്റി. അപ്പം മിൽക്ക് ക്യാൻ വെയിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വെയിറ്റ് ആയിട്ടിരിക്കുന്നല്ല അതിൻ്റെ ഉദ്ദേശം, അതായത് ഓൾറെഡി എല്ലാ വർക്കും ഡൺ ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് ദേ വുഡിൻ ബി വെയിറ്റിംഗ് എന്ന് പറയുന്നത്. ഓർ എംപ്റ്റി ആയിരിക്കില്ല. വുഡ് ബി സ്റ്റാൻഡിങ് ഇൻ ദ മിൽക്ക് ഹൗസ് ഫിൽഡ്. അപ്പോൾ എവിടെ ഇരിക്കും? ഇതെല്ലാം മിൽക്ക് ഹൗസിൽ അത് ഫിൽഡായിട്ട് വർക്കെല്ലാം ഡൺ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്നത് കാണും.
വാട്ട് ദ ഹി കുഡ് ഹിയർ ഹിസ് ഫാദർ എക്സ്ക്ലെയിമിങ്. അപ്പോൾ അവൻ ഇതെല്ലാം ഇങ്ങനെ ചിന്തിക്കുവാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും വാട്ട് ദ എന്നും പറഞ്ഞിങ്ങനെ മിച്ചുള്ള സെൻറ്റൻസ് അടുത്തൊരു ഇതിൽ വരുന്നുണ്ട്. ഹി കുഡ് ഹിയർ ഹിസ് ഫാദർ എക്സ്ക്ലെയിമിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൗട്ട് ചെയ്ത് പറയത്തില്ലേ, ഭയങ്കര സർപ്രൈസ് അല്ലെങ്കിൽ അതുപോലെ പേടിച്ചോ അല്ലെങ്കിൽ പ്ലഷറോ ഉള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് വാട്ട് ദ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ആ ഷൗട്ട് ചെയ്ത് പറയത്തില്ലേ, ആ ഒരു ഇതൊക്കെ അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി സ്മൈൽഡ് ആൻഡ് മിഡ് സ്റ്റെഡ്ലി. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പാല് കറന്നുകൊണ്ടിരിക്കുകയാണ്. 2 strong streams rushing into the pen. സ്ട്രീം എന്ന് വെച്ചാൽ സ്മോൾ റിവറാണ്. ഇവിടെ 2 strong streams എന്ന് പറയും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പാല് കറക്കുമ്പോൾ ആ പാൽ ഒഴുകി വരുന്നില്ലേ, അതിനാണ് ഉദ്ദേശിക്കുന്നത് 2 strong streams rushing into the pen. അപ്പോൾ ബക്കറ്റിനകത്തോട്ട് പാൽ ഇങ്ങനെ ഒഴുകി വീഴുന്നതും ഫ്രോത്തിങ് എന്ന് വെച്ചാൽ ആ നുര പാല് വീണ് കഴിയും, പാല് ബക്കറ്റിനകത്ത് വീഴുമ്പോഴത്തേക്കും നുരയായിട്ട് ഇങ്ങനെ പതഞ്ഞ് നിൽക്കും. അതും അതുപോലെ ഫ്രാഗ്രൻറ്റ് നല്ല സുഗന്ധവും. ദ കൗസ് were still surprised but acquiescent. പശുക്കൾക്കൊക്കെ ഇപ്പോഴും സർപ്രൈസ് ആണ്, അവൻ എന്താ ഈ നേരത്തെ വന്ന് ഇങ്ങനെ കറക്കുന്നത്. അതുപോലെ ബട്ട് അക്വസൻ്റ് എന്ന് വെച്ചാൽ അവർ ഇണങ്ങുക, അവർ സമ്മതിച്ചു. യൂഷ്വലി പശു അല്ലെങ്കിൽ ആട് അവരൊക്കെ എപ്പോഴും ഒരേ ആൾ തന്നെ കറക്കണം, അങ്ങനെയുള്ള ഒരു അനിമലാണ്. ഇപ്പോൾ മാറി കറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പശു നമ്മളെ തൊഴിക്കും. അപ്പോൾ ഇവിടെ പശു എല്ലാം സമ്മതിച്ച് ഇണങ്ങി, അവനായിട്ട് ഇണങ്ങി, അതിനാണ് അക്വസൻ്റ് എന്ന് പറയുന്നത്. ഫോർ വൺസ് ദേ വർ ബിഹേവിങ് വെൽ ആസ് ദോ ദേ ന്യൂ ഇറ്റ് വാസ് ക്രിസ്മസ്. അപ്പോൾ അവൻ വിചാരിക്കുകയാണ് മേ ബി ഇന്ന് ക്രിസ്മസ് ആണെന്ന് അറിയാവുന്നതുപോലെ അവർ നല്ല ഗുഡായിട്ട് പെരുമാറിയതായിരിക്കാം കൗ എന്ന് പറയുവാണ്. ദ ടാസ്ക് വെൻറ്റ് മോർ ഈസിലി ദാൻ ഹി ഹാഡ് എവർ നോൺ ഇറ്റ് ബിഫോർ. അപ്പോൾ അവൻ പറയുവാണ് ഈ ടാസ്ക് നല്ല ഈസി ആയിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുവാണ്, അവൻ വിചാരിച്ചതിനേക്കാൾ ഈസി ആയിട്ട്. മിൽക്കിംഗ് ഫോർ വൺസ് വാസ് നോട്ട് എ കോർ എന്ന് പറഞ്ഞാൽ റുട്ടീൻ ടാസ്ക്. അപ്പോൾ ഈ റുട്ടീൻ ടാസ്ക് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരേ കാര്യം ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാത്രം കഴുകുന്നു, ഉച്ചയ്ക്ക് പാത്രം കഴുകുന്നു, നൈറ്റ് പാത്രം കഴുകുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഇത് ചെയ്യുമ്പോൾ നമുക്കതൊരു മടുപ്പുളവാക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കിംഗ് ഫോർ വൺസ് വാസ് നോട്ട് എ കോർ. അപ്പം എപ്പോഴേലും ഒരു നേരം പാല് കറക്കുന്നത് ഒരു ജോലിയായിട്ട് തോന്നുന്നില്ല. ഇറ്റ് വാസ് സംതിങ് എൽസ്, എ ഗിഫ്റ്റ് ടു ഹിസ് ഫാദർ ഹു ലവ്ഡ് ഹിം. തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന തൻ്റെ അച്ഛന് വേണ്ടിയുള്ളൊരു ഗിഫ്റ്റാണ് ഇതിവിടെ. He finished. The 2 milk cans were full and he covered them and closed the milk house door carefully, making sure of the latch. അപ്പം അവൻ എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്തു, മിൽക്ക് ക്യാൻസ് എല്ലാം ഫുള്ളായി, അതെല്ലാം അവൻ കവർ ചെയ്ത് വെച്ചു. അതുപോലെ മിൽക്ക് ഹൗസ് ആ ഡോറെല്ലാം ക്ലോസ് ചെയ്തു, എന്നിട്ട് ലാച്ച് അതായത് കുറ്റിയും ഇട്ടു. ഹി പുട്ട് ദ സ്റ്റൂൾ ഇൻ ഇറ്റ്സ് പ്ലേസ് ബൈ ദ ഡോർ. അതുപോലെ ഡോറിൻ്റെ അടുത്ത് ആ സ്റ്റൂൾ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ അതെല്ലാം വെച്ച് കറക്റ്റാക്കി. ആൻഡ് ഹങ് അപ്പ് ദ ക്ലീൻ മിൽക്ക് പെയിൽ. അതുപോലെ ആ മിൽക്ക് ബക്കറ്റ് തൂക്കിയിട്ടു. Then he went out of the barn and barred the door behind him. അത് കഴിഞ്ഞ് അവൻ ബാണിൻ്റെ വെളിയിലോട്ട് വന്ന് ഡോറെല്ലാം ക്ലോസ് ചെയ്തു. Back in his room, he had only a minute to pull off his clothes in the darkness. അപ്പോൾ ഇതെല്ലാം പാലെല്ലാം കറന്ന് സമയം നിറയെ പോയി. അപ്പോൾ ഇനി 1 മിനിറ്റേ ഉള്ളൂ. അവന് ഓടിച്ച് അവൻ്റെ റൂമിൽ പോയി ക്ലോത്തൊക്കെ റിമൂവ് ചെയ്ത് അവൻ്റെ പഴയ ഒരു സ്ഥിതിയിലോട്ട് എത്താൻ വേണ്ടി. ആൻഡ് ജംപ് ഇൻ ടു ദ ബെഡ് ഫോർ ഹി ഹേർഡ് ഹിസ് ഫാദർ അപ്പ്. അപ്പോൾ അച്ഛൻ വരുന്നത് അവൻ കേട്ടു. ഹി പുട്ട് ദ കവേഴ്സ് ഓവർ ഹിസ് ഹെഡ് ടു സൈലൻസ് ഹിസ് ക്വയറ്റ് ബ്രീത്തിങ്. അപ്പോൾ അവൻ ഓടി വന്നതല്ലേ, അപ്പോൾ ശ്വാസം നല്ല വലിക്കുന്നുണ്ടായിരിക്കും. അപ്പം ആ ശ്വാസത്തിൻ്റെ ആ സൗണ്ട് വരാതിരിക്കാൻ, ശ്വാസത്തെ ശാന്തമാക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്ത് ബെഡ്ഷീറ്റ് വെച്ച് അവൻ കവർ ചെയ്ത് ഇങ്ങനെ കിടക്കുവാണ്. ദ ഡോർ ഓപ്പൺ. റോബ്, ഹിസ് ഫാദർ കോൾ, വി ഹാവ് ടു ഗെറ്റ് അപ്പ് സൺ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ക്രിസ്മസ്. അപ്പോൾ അച്ഛൻ വിളിച്ചു, റോബ് നീ എഴുന്നേക്കണം, ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും നമുക്ക് വർക്കിന് പോകണം, നമ്മൾ വർക്ക് ചെയ്യണം. ഓ റൈറ്റ്, ഹി സെഡ് സ്ലീപ്ലി. അപ്പോൾ ഉറക്കത്തിൽ എന്ന പോലെ അവൻ പറഞ്ഞു, ഓ റൈറ്റ്, ഓക്കെ, ഐ വിൽ ഗോ ഓൺ ഔട്ട്. ഹിസ് ഫാദർ സെഡ്, ഐ വിൽ ഗെറ്റ് തിങ്സ് സ്റ്റാർട്ടഡ്. ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫസ്റ്റ് വെളിയിൽ പോവാം, ഞാൻ എല്ലാ തിങ്സും കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കാം എന്ന് അച്ഛൻ പറയും എന്ന് അവൻ വിചാരിച്ച അതേ വാചകം. ദ ഡോർ ക്ലോസ്ഡ് ആൻഡ് ഹീ ലേ സ്റ്റിൽ ലാഫിംഗ് ടു ഹിംസെൽഫ്. അപ്പം ഡോർ അടച്ചിട്ട് അച്ഛൻ പോയി. അപ്പോൾ അവൻ ചിരിച്ചിങ്ങനെ കിടക്കുവാണ്. അവൻ അറിയാം ഇനി എന്താ ഒരു സർപ്രൈസ് നടക്കാൻ പോകുന്നത്. ഇൻ ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് ഹിസ് ഫാദർ വുഡ് നോ. അപ്പോൾ വിത്തിൻ മിനിറ്റ്സിൽ അച്ഛനിപ്പോൾ എല്ലാം മനസ്സിലാവും. ഹിസ് ഡാൻസിങ് ഹാർട്ട് വാസ് റെഡി ടു ജംപ് ഫ്രം ഹിസ് ബോഡി. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവൻ്റെ ആ സന്തോഷത്തിൻ്റെ പീക്ക് ലെവലാണ് ഉദ്ദേശിക്കുന്നത്, ഹിസ് ഡാൻസിങ് ഹാർട്ട്. അപ്പോൾ അത്രയും സന്തോഷത്തിലിരിക്കുകയാണ് അവൻ്റെ ഹൃദയം. ദി മിനിറ്റ്സ് വർ എൻലെസ്, 10, 15, ഹി ഡിഡ് നോട്ട് നോ ഹൗ മെനി. ആൻഡ് ഹി ഹേർഡ് ഹിസ് ഫാദേഴ്സ് ഫുഡ് സ്റ്റെപ്പ് അഗൈൻ. അപ്പം അവൻ പിന്നെയും കേട്ടു അച്ഛൻ്റെ കാൽ ഒച്ച. ദ ഡോർസ് ഓപ്പൺ, പിന്നെയും കഥ തുറന്ന് അച്ഛൻ വരുവാണ്. ആൻഡ് ഹീ ലേ സ്റ്റിൽ, അവൻ അങ്ങനെ തന്നെ കിടക്കുന്നു. റോബ്, യെസ് ഡാഡ്, യു സൺ ഓഫ് എ എന്ന് പറഞ്ഞ് ഹിസ് ഫാദർ വാസ് ലാഫിങ്, എ ക്യൂർ സോബിങ് സോർട്ട് ഓഫ് എ ലാഫ്. എ ക്യൂർ സോബിങ് സോർട്ട് ഓഫ് എ ലാഫ് എന്ന് വെച്ചാൽ
ഒരു സന്തോഷവും ഒരു സങ്കടമൊക്കെ ഇടകലർന്ന ഒരു സിറ്റുവേഷനില്ലേ, അതാണ് ഇവിടെ. തോട്ട് യു വുഡ് ഫുൾ മീ, നീ വിചാരിച്ചു എന്നെ ഫൂൾ ആക്കാന്നല്ലേ. ഡിഡ് യു? ഹിസ് ഫാദർ വാസ് സ്റ്റാൻഡിങ് ബിസൈഡ് ഹിസ് ബെഡ്. ബിസൈഡ് എന്ന് വെച്ചാൽ ബൈ ദ സൈഡ് ഓഫ്. അവൻ്റെ ബെഡിൻ്റെ അരികിൽ അച്ഛൻ നിൽക്കുവാണ്. ഫീലിംഗ് ഫോർ ഹിം പുള്ളിങ് എവേ ദ കവർ. അപ്പോൾ അവന് ഇപ്പം അവൻ്റെ കവറെല്ലാം മാറ്റി അവനിങ്ങനെ ആ ഫീൽ ചെയ്ത് അവനോട് ആ അനുകമ്പയോടെ സ്നേഹത്തോടെ അച്ഛനിങ്ങനെ നിൽക്കുന്ന ആ ഒരു ഫീലിങ്ങിന് ഇങ്ങനെ നിൽക്കുവാണ് അവൻ. ഇറ്റ്സ് ഫോർ ക്രിസ്മസ് ഡാഡ്. അപ്പോൾ അവൻ പറഞ്ഞു, അപ്പ ദിസ് ഈസ് ഫോർ ക്രിസ്മസ് ഗിഫ്റ്റ്. He found his father and clutched him in a great hug. He felt his father's arms go around him. അപ്പോൾ അവൻ്റെ അച്ഛനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ അച്ഛൻ കെട്ടിപ്പിടിച്ചതും അവൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് ഡാർക്ക് ആൻഡ് ദേ കുഡ് നോട്ട് സീ ഈച്ച് അതേഴ്സ് ഫേസ്. ഇരുട്ടാണ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഫേസ് കാണാൻ ഒക്കുന്നില്ല. സൺ ഐ താങ്ക് യു, നോബഡി എവർ ഡിഡ് എ നൈസ് തിങ്. അപ്പോൾ അച്ഛൻ മകന് താങ്ക് യു പറഞ്ഞിട്ട് പറയണം, ആരും ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിട്ടില്ല. ഓ ഡാഡ്, ഐ വോണ്ട് യു ടു നോ ഐ ഡു വാണ്ട് ടു ബി ഗുഡ്. അപ്പം അവൻ പറയുവാണ്, അച്ഛൻ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് നല്ല ഒരു ഗുഡ് ബോയ് ആകണം, ബിഹേവ് വെൽ, അങ്ങനെയൊക്കെ ചെയ്യണം. ദ വേർഡ്സ് ബ്രോക്ക് ഫ്രം ഹിം ഓഫ് ദെയർ ഓൺ വിൽ. അവൻ ഈ വേർഡ്സൊക്കെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഒരിക്കലും ഓൾറെഡി പഠിച്ചു വെച്ചതല്ല, പക്ഷേ അവൻ്റെ മനസ്സിൽ നിന്ന് നാച്ചുറലായിട്ട് വരുന്ന വേർഡ്സാണ് ഇത്. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അവൻ അറിയത്തില്ല എന്താ പറയേണ്ടത് ഈ അവസരത്തിൽ. ഹിസ് ഹാർട്ട് വാസ് ബേഴ്സ്റ്റിംഗ് വിത്ത് ലവ്. ഹൃദയം സ്നേഹം കൊണ്ട് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇരിക്കുവാണ്. വെൽ ഐ റെക്കോൺ എന്ന് വെച്ചാൽ കരുതുന്നു, ഇല്ലെങ്കിൽ വിചാരിക്കുന്നു. ഐ ഗോ ബാക്ക് ടു ബെഡ് ആൻഡ് സ്ലീപ്പ്. അപ്പോൾ അച്ഛൻ പറയണം, ഓക്കെ ഞാൻ ഇനിയിപ്പോൾ 4 മണിയല്ലേ ആയുള്ളൂ, ഞാൻ പോയി കിടന്ന് ഉറങ്ങാം. ഹിസ് ഫാദർ സെഡ് ആഫ്റ്റർ എ മൊമെൻറ്റ്, നോ ഹാക്ക് എന്ന് വെച്ചാൽ ലിസൺ ദ ലിറ്റിൽ വൺസ് ആർ വേക്ഡ് അപ്പ്. കൊച്ചുകുട്ടികൾ ഉണർന്നിട്ടുണ്ടാവും. കം ടു തിങ്ക് ഓഫ് ഇറ്റ് സൺ, ഐ ഹാവ് നെവർ സീൻ യു ചിൽഡ്രൻ വെൻ യു ഫസ്റ്റ് സോ ദ ക്രിസ്മസ് ട്രീ ഐ വാസ് ഓൾവേസ് ഇൻ ദ ബൺ, കം ഓൺ. അപ്പോൾ ആദ്യം പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങാമെന്ന്, പിന്നെ പറയുവാണ്, പെട്ടെന്ന് ചിന്തിച്ചിട്ട് പറയുവാണ്, നിങ്ങൾ ആദ്യമായിട്ട് ക്രിസ്മസ് ട്രീ കാണുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ, അതായത് നിങ്ങളുടെ ജോയ്, നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് ഒന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും ക്രിസ്മസിൻ്റെ രാവിലെ ഞാൻ എപ്പോഴും ബാണിലാണ് ചിലവാക്കാറുള്ളത്. ഹി ഗോട്ട് അപ്പ് ആൻഡ് പുൾഡ് ഓൺ ഹിസ് ക്ലോത്ത്സ് എഗൈൻ. പിന്നെ അവൻ എഴുന്നേറ്റു, അവൻ ഡ്രസ്സെല്ലാം ഇട്ട് ദേ വെൻറ്റ് ഡൗൺ ടു ദ ക്രിസ്മസ് ട്രീ. അവർ ക്രിസ്മസ് ട്രീയുടെ അടുത്തോട്ട് പോയി. ആൻഡ് സൂൺ ദ സൺ വാസ് ക്രീപ്പിംഗ് അപ്പ് ടു വേർ ദ സ്റ്റാർസ് ഹാഡ് ബിൻ. അപ്പം വേർ ദ സ്റ്റാർസ് ഹാഡ് ബിൻ എന്ന് പറയുമ്പോഴത്തേക്ക് സൺ ഇങ്ങനെ ക്രീപ്പിംഗ് എന്ന് വെച്ചാൽ സ്ലോലി ഇങ്ങനെ ഉദിച്ചുദിച്ച് വരുവാണ്. അതുപോലെ സ്റ്റാറൊക്കെ ഇങ്ങനെ മങ്ങിപ്പൊക്കൊണ്ടിരിക്കും. Oh, what a Christmas, and how his heart had nearly burst again with shyness and pride as his father told his mother and made the younger children listen about how he robe had got up all by himself. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ ഒരു ഷൈനെസ്സും അതുപോലെ ഒരു പ്രൈഡും ഒരു നാണവും അതുപോലെ ഒരു പ്രൈഡ് ഫീലിംഗ് ഒക്കെ വരുവാണ്. കാരണം അച്ഛൻ അമ്മയോട് ഇങ്ങനെ അവനെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു, അതുപോലെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് അവനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അവനിങ്ങനെ ഇതെല്ലാം കേട്ടിങ്ങനെ ഒരു ഷൈനെസ്, ഒരു പ്രൈഡ് ഫീലിംഗിൽ ഇങ്ങനെ നിൽക്കുവാണ്. The best Christmas gift I ever had, and I will remember it, son, every year on Christmas morning, so long as I live. അപ്പോൾ എനിക്ക് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മികച്ച ക്രിസ്മസ് പ്രസൻറ്റ് അച്ഛൻ പറയുവാണ്. അതുപോലെ ഞാൻ എല്ലാ ക്രിസ്മസ് മോർണിംഗിലും ഇത് ഓർക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് ഞാൻ മറക്കില്ല. They had both remembered it, and now that his father was dead and he remembered it alone. അപ്പം അവർക്ക് രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് എല്ലാ ക്രിസ്മസിൽ അവർ ഓർത്തിരുന്നു. ഇപ്പം അച്ഛൻ കൂടെ ഇല്ല, അച്ഛൻ മരിച്ചുപോയി. ഇപ്പം അവൻ ഒറ്റയ്ക്ക് ഓർക്കുന്നു. ദാറ്റ് ബ്ലസ്ഡ് ക്രിസ്മസ് ഡോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ്, വെൻ എലോൺ വിത്ത് ദ കൗസ് ഇൻ ദ ബാൺ. അപ്പോൾ അവൻ ഓർക്കണം ആ ബ്ലസ്ഡ് ആയിട്ടുള്ള ക്രിസ്മസ് ഡേ കൗസുമായിട്ട് ഒറ്റയ്ക്ക് ആ ബാണിൽ. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ട്രൂ ലവ്. ഇതാണ് മെയിൻ പോയിന്റ് ഈ ലെസണിൽ. അവൻ കൊടുത്ത ഗിഫ്റ്റ്, അത് അവൻ്റെ പൂർണ്ണ സ്നേഹത്തോടെ അവൻ കൊടുത്ത ആ ഗിഫ്റ്റ്. ഔട്ട്സൈഡ് ദ വിൻഡോ നൗ ദ ഗ്രേറ്റ് സ്റ്റാർ സ്ലോലി സാങ്. ഇപ്പം ആ ഫ്ലാഷ് ബാക്ക് എല്ലാം പോയി. ഇപ്പം അവൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷനിലുള്ള കഥയാണ് ഇപ്പോൾ പോകുന്നത്. ഔട്ട്സൈഡ് ദ വിൻഡോ, നമ്മുടെ ജനലിൻ്റെ വെളിയിൽ ആ സ്റ്റാറൊക്കെ സ്ലോലി പോയി. അത് രാവിലെ ആയിക്കൊണ്ടിരിക്കുവാണ്. ഹി ഗോട്ട് അപ്പ് ഔട്ട് ഓഫ് ദ ബെഡ്, എഴുന്നേറ്റു. പുട്ട് ഓൺ ഹിസ് സ്ലിപ്പേഴ്സൊക്കെ ഇട്ടു. ബാത്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഗൗണാണ്. നമ്മുടെ ഫോറിനിലുള്ളവരൊക്കെ ഈ കുളിക്കുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ധരിക്കുന്നതിനാണ് ഈ ബാത്റൂം എന്ന് പറയുന്നത്. ആൻഡ് വെൻ സോഫ്റ്റ്ലി അപ്സ്റ്റേഴ്സ് ടു ദ അറ്റിക്. എന്നിട്ട് സോഫ്റ്റ്ലി മേളിലോട്ട് പോവുകയാണ്, അറ്റിക് തട്ടിലോട്ട് പോവാണ്. ആൻഡ് ഫൗണ്ട് ദ ബോക്സ് ഓഫ് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ. ആൻഡ് ക്രിസ്മസ് ട്രീക്ക് ഉപയോഗിക്കുന്ന ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ വെച്ചിരിക്കുന്ന ബോക്സ് അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഹി ടുക്ക് ദം ഡൗൺ സ്റ്റേഴ്സ് ഇൻ ടു ദ ലിവിംഗ് റൂം. അപ്പോൾ താഴോട്ട് കൊണ്ടുവന്ന് ലിവിംഗ് റൂമിലോട്ട് കൊണ്ടുവന്ന് എടുത്ത് ദെൻ ഹി ബോട്ട് ഇൻ ദ ട്രീയും കൊണ്ടുവന്നു. ഇറ്റ് വാസ് എ ലിറ്റിൽ വൺ. ദേ ഹാഡ് നോട്ട് ഹാഡ് എ ബിഗ് ട്രീ സിൻസ് ദ ചിൽഡ്രൻ വെൻറ്റ് എവേ ബട്ട് ഹി സെറ്റ് ഇൻ ദ ഹോൾഡർ. അപ്പം കുട്ടികളൊക്കെ പോയതിന് ശേഷം അവർ ചെറിയ ക്രിസ്മസ് ട്രീ ആണ് വെച്ച് ഈ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. ക്രിസ്മസ് ട്രീ എടുത്ത് ഹോൾഡറിൽ വെച്ചു. ആൻഡ് പുട്ട് ഇൻ ദ മിഡിൽ
of the long table under the window. അതുപോലെ ആ കുഞ്ഞ് ക്രിസ്മസ് ട്രീ എടുത്ത് ആ നീണ്ട മേശയുടെ മധ്യത്തിൽ വെച്ചു. Then carefully he began to trim it. അത് കഴിഞ്ഞ് trim it എന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. It was done very soon, the time passing as quickly as it had morning long ago in the barn. അപ്പം ഡെക്കറേഷനൊക്കെ നല്ല സ്പീഡായി തീർന്നു. അതായത് പണ്ട് ആ ബാണിൽ ആ പ്രഭാതം എങ്ങനെയാണോ കടന്നുപോയത് അതുപോലെ സമയം കടന്നുപോയി ഡെക്കറേറ്റ് ചെയ്തു. He went to his library and faced a little box that contained his special gift to his wife, a star of diamonds, not large but dainty in design. അപ്പോൾ ലൈബ്രറിയിലോട്ട് പോയിട്ട് ഒരു ചെറിയ ബോക്സിൽ ആ വൈഫിന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാർ ഓഫ് ഡയമണ്ട്സ് ആയിരുന്നു അത് നല്ല വലിയ ലാർജ് അല്ലായിരുന്നു, പക്ഷേ അത് എലഗൻറ്റ്, അത് ലവ്ലി ആയിട്ടുള്ളൊരു ഡിസൈൻ ഉള്ളതായിരുന്നു. ഹി ഹാഡ് റിട്ടൺ ദ കാർഡ് ഫോർ ഇറ്റ് ദ ഡേ ബിഫോർ. കാർഡൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പ്രസൻറ്റ് കൊടുക്കാനുള്ള. ഹി ടൈഡ് ദ ഗിഫ്റ്റ് ഓൺ ദ ട്രീ ആൻഡ് ദെൻ സ്റ്റുഡ് ബാക്ക്. അപ്പോൾ ആ ഗിഫ്റ്റ് ആ ക്രിസ്മസ് ട്രീയിൽ ടൈ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ബാക്കിലോട്ട് നിന്ന് നോക്കുവാണ്. ഇറ്റ് വാസ് പ്രിറ്റി, വെരി പ്രിറ്റി, ആൻഡ് ഷി വുഡ് ബി സർപ്രൈസ്. അപ്പോൾ റോബർട്ട് പറയാണ് നല്ല ഭംഗിയുണ്ട്, എൻ്റെ വൈഫ് സർപ്രൈസ് ആവും ഇത് കാണുമ്പോൾ. ബട്ട് ഹി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഹി വാണ്ടഡ് ടു ടെൽ ഹർ ഹൗ മച്ച് ഹി ലവ്ഡ് ഹർ. പക്ഷേ ഇതുകൊണ്ടൊന്നും സാറ്റിസ്ഫൈഡ് അല്ല റോബർട്ട് പറയണം തൻ്റെ വൈഫിനെ താൻ എന്തോരം സ്നേഹിക്കുന്നതെന്ന്. ഇറ്റ് ഹാഡ് ബീൻ എ ലോങ് ടൈം സിൻസ് ഹി ഹാഡ് റിയലി ടോൾഡ് ഹർ, ഓൾദോ ഹി ലവ്ഡ് ഹർ ഇൻ എ വെരി സ്പെഷ്യൽ വേ, മച്ച് മോർ ദാൻ ഹി എവർ ഹാഡ് വെൻ ദേ വർ യങ്. അപ്പം കുറേ നാളെ താൻ തൻ്റെ വൈഫിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെ ചെറുതായൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം സ്നേഹം തൻ്റെ വൈഫിനോട് ഈ പ്രായമായ സമയത്തും സ്നേഹിക്കുന്നു എന്ന് പറയുവാണ്. ഹി ഹാഡ് ബീൻ ഫോർച്ചുനേറ്റ് ദാറ്റ് ഷീ ഹാഡ് ലവ്ഡ് ഹിം. അതുപോലെ തൻ്റെ വൈഫ് തന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതും തനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. ആൻഡ് ഹൗ ഫോർച്ചുനേറ്റ് ദാറ്റ് ഹി ഹാഡ് ബീൻ ഏബിൾ ടു ലവ്. അതുപോലെ തന്നെ റോബർട്ട് പറയുന്നത് താൻ ഭയങ്കര ഭാഗ്യവാനാണ്, കാരണം തനിക്കും അങ്ങോട്ട് സ്നേഹിക്കാൻ ഒക്കുന്നുണ്ട്. ദാറ്റ് വാസ് എ ട്രൂ ജോയ് ഓഫ് ലവ്, ദ എബിലിറ്റി ടു ലവ്. അതാണ് ഏറ്റവും വലിയൊരു ജോയ്. കാരണം നമുക്കൊരാളെ സ്നേഹിക്കാൻ കഴിയാൻ ഒക്കുന്നില്ലേ, അതാണ് ട്രൂ ജോയ് ഓഫ് ലവ്. For he was quite sure that some people were genuinely unable to love anyone. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഒരാളെ സ്നേഹിക്കാൻ ഒക്കത്തില്ല. ചില നേരം നമ്മൾ എങ്ങനെയെങ്കിലും ചെറിയൊരു കാര്യത്തിൽ സെപ്പറേറ്റഡ് ആവും, പക്ഷേ ഇപ്പോഴും പ്രായമാകുന്നവരെ ആ സ്നേഹം നിലനിന്ന് പോകുന്നില്ലേ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ബട്ട് ലവ് വാസ് എലൈവ് ഇൻ ഹിം, ഇറ്റ് സ്റ്റിൽ വാസ്. റോബർട്ടിന് ഇപ്പോഴും ആ സ്നേഹം നിലനിൽക്കുന്നു, ഇപ്പോഴും ഉണ്ട്. ഇറ്റ് occurred to him suddenly that it was alive because long ago. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ആക്ച്വലി ഇറ്റ് occurred to him suddenly that it was alive എന്ന് പറഞ്ഞാൽ because long ago it had been born in him when he knew his father loved him. അവൻ എപ്പോഴാണ് ഇത് മനസ്സിലായത്, അവൻ്റെ അച്ഛൻ അവനെ സ്നേഹിക്കുന്നു എന്ന് അവന് മനസ്സിലായില്ല. അപ്പം മുതൽ അവൻ ആ സ്നേഹം എന്നുള്ള ഫീലിംഗ് അവൻ്റെ മനസ്സിൽ വളർത്തിയെടുത്തു. ദാറ്റ് വാസ് ഇറ്റ്. ലവ് എലോൺ കുഡ് വേക്ക് ലവ്. സ്നേഹത്തിന് മാത്രമേ സ്നേഹത്തിനെ ഉണർത്താൻ കഴിയൂ. ആൻഡ് ഹി കുഡ് ഗിവ് ദ ഗിഫ്റ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ദിസ് മോർണിംഗ്, ദിസ് ബ്ലസ്ഡ് ക്രിസ്മസ് മോർണിംഗ്, ഹി വുഡ് ഗിവ് ഇറ്റ് ടു ഹിസ് ബിലവഡ് വൈഫ്. അപ്പം വൈഫിന് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹി കുഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ എ ലെറ്റർ ഫോർ ഹർ ടു റീഡ് ആൻഡ് കീപ് ഫോർ എവർ. അപ്പോൾ ലെറ്ററൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ആ വൈഫ് വെച്ച് കീപ് ഫോർ എവർ. ഹി went to his desk and began his love letter to his wife, my dearest love. അപ്പോൾ മൈ ഡിയറസ്റ്റ് ലവ് എന്ന് പറഞ്ഞ് ഉള്ള ലവ് ലെറ്റർ വെച്ചിട്ടുണ്ട്. വെൻ ഇറ്റ് വാസ് ഫിനിഷ്ഡ് ഹി സീൽ ഇറ്റ്. എഴുതിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് സീല് ചെയ്തു. ആൻഡ് ടൈഡ് ഇറ്റ് ഓൺ ദ ട്രീ. അത് ട്രീയിൽ ടൈറ്റ് ചെയ്തിട്ടു. വേർ ഷീ വുഡ് സീ ഇറ്റ് ഫോർ ദ ഫസ്റ്റ് തിങ് വെൻ ഷീ കെയിം ഇൻ ദ റൂം. അപ്പം നമ്മുടെ റോബർട്ട് വിചാരിക്കുകയാണ് ആ റൂമിലോട്ട് ഫസ്റ്റായിട്ട് ആ വൈഫ് കടന്നു വരുമ്പോഴത്തേക്ക് ആ ലെറ്റർ ആയിരിക്കും അത് ആ വൈഫ് കാണുന്നത്. ഷീ വുഡ് റീഡ് ഇറ്റ് ആൻഡ് സർപ്രൈസ്ഡ് ആൻഡ് ദെൻ മൂഡ് ആൻഡ് റിയലൈസ്ഡ് ഹൗ വെരി മച്ച് ഹി ലവ്ഡ് ഹർ. അപ്പോൾ ഇത് വായിച്ച് സർപ്രൈസ് ആയിട്ട് ആ വൈഫ് വിചാരിക്കും തന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ട് റോബർട്ട് എന്ന്. ഹി പുട്ട് ഔട്ട് ദ ലൈറ്റ് ആൻഡ് വെൻ ടിപ്പ് ടോയിങ് അപ്പ് ദ സ്റ്റേഴ്സ്. ഇതെല്ലാം നമ്മുടെ ക്രിസ്മസ് ട്രീ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ലെറ്റർ എല്ലാം അതിൽ ടൈ ചെയ്തു. അതുപോലെ ക്രിസ്മസ് ഗിഫ്റ്റ് വൈഫിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എല്ലാം ടൈ ചെയ്ത ശേഷം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വെൻ ടിപ്പ് ടോയിങ് അപ്പ് ദ സ്റ്റേഴ്സ്. ടിപ്പ് ടോയിങ് എന്ന് വെച്ചാൽ വാക്സ് ക്വയറ്റ്ലി കെയർഫുള്ളി സ്റ്റേഴ്സിലോട്ട് കയറിപ്പോയി. ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ വാസ് ഗോൺ. സ്റ്റാറെല്ലാം സ്കൈയിലില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാതമായി. ആൻഡ് ദ ഫസ്റ്റ് റേസ് ഓഫ് ദ സൺ വർ ഗ്ലീമിങ് ഇൻ ദ സ്കൈ. ആദ്യ കിരണങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നു സണ്ണിൻ്റെ റേസൊക്കെ. സച്ച് എ ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ സ്റ്റോറിയുടെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡ്യൂറിങ് പവർ ഓഫ് ലവ്. അത് എൻഡ്യൂറിങ് എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ്. അത് സ്നേഹത്തിൻ്റെ ശക്തിയാണ് ഈ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ ആൻഡ് ഇഫ് യു ഫീൽ ദിസ് ക്ലാസ് യൂസ്ഫുൾ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.